അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇന്ന് നമ്മുടെ ഖാൻ കരിക്കോട് സാറിനോട് നമ്മൾ ചോദിക്കുന്ന, അതായത് വിവാഹബന്ധം, കുടുംബജീവിതം സന്തോഷത്തിലാകാൻ വേണ്ടിയുള്ള ചർച്ചയാണ് നമ്മൾ പോകുന്നത്. സാറേ, ഞാൻ ഇന്നത്തെ നമ്മുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു പുതുമണവാട്ടി, അതായത് പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ആ വരന്റെ വീട്ടിലോട്ട് നമ്മൾ ചെല്ലുകയാണ്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആ പെൺകുട്ടി അതായത് ആ വീട്ടിലുള്ളവരുടെ സ്നേഹം അവരുടെ മനസ്സിലൊരു സ്ഥാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പൊ ആ മനസ്സിലുണ്ടാക്കിയെടുക്കാൻ ആ പെൺകുട്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെറിയ ഉപദേശങ്ങൾ കാണുമല്ലോ. സാറിന്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒന്ന്, നമ്മളൊരു പെൺകുട്ടി പുതിയതായിട്ട് അവിടെ ചെല്ലുകയാണ്. നമ്മൾ എന്തായാലും ആ പെൺകുട്ടി അവരെല്ലാവരും ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിക്കും. അപ്പൊ എപ്പോഴും ആ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടി ഒരു 8-9 മണി വരെ കിടന്നുറങ്ങിയാൽ എങ്ങനെ ചെയ്യും? ആള് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സുബഹിക്ക് തന്നെ എഴുതേക്കണം, അല്ലേ? അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ രാവിലെ തന്നെ ഉണരണം, ഒരു ചിട്ടയാക്കണം. അത് എന്തൊക്കെ ആയാലും അതിനനുസരിച്ച് ചിട്ട ഉണ്ടാക്കണം. രാവിലെ ഉണരണം. സാറിന് മുമ്പൊരു ചോദ്യം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അതായത് പിന്നെ പെൺകുട്ടി എന്താ 8 മണിയാണ് ഉറങ്ങുവാണ് എന്ന് പറയുന്നത്. അതെ, ഉറങ്ങാളെ എന്ന് പറയരുത്, അത് വേറൊരു കേസിൽ പറഞ്ഞാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു അടുക്ക് ചിട്ടയാണ്, ഒരു പ്ലാൻ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഭക്ഷണം എല്ലാവരും കഴിക്കണം. നമ്മൾ ചെല്ലുന്ന കൂടി ആ വീടിനൊരു മാറ്റം ഉണ്ടാകണം. അതായത് എന്നും 9 മണിക്കും 10 മണിക്കുമാണ് ചായ കുടിക്കുന്നതെങ്കിൽ 8 മണിയാകുമ്പോഴത്തേക്ക് രാവിലത്തെ കാപ്പി എല്ലാവരും കഴിക്കണം. അത് നമ്മൾ ചെല്ലുന്നതോടുകൂടി ഒരു വ്യത്യസ്ത കുടുംബത്തിലുണ്ടാകണം. അപ്പോൾ അടുക്കും ചിട്ടയും വൃത്തിയും അതെ ഉണർവുണ്ടാകണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തൊട്ട് പണ്ട് സാധാരണ വിറകടുപ്പാകുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ അടുപ്പെല്ലാം ക്ലീൻ ചെയ്ത് പാത്രങ്ങൾ സിങ്കിൽ ഒരു പാത്രം പോലും സിങ്കിൽ വെക്കാതെ കഴുകി വൃത്തിയാക്കി അടുക്കി വെച്ചിട്ടേ ഉറങ്ങാവൂ. സാറേ, അത് ഇസ്ലാമിലെ വലിയ കാഴ്ചപ്പാടാണ്. കാരണം അറിയോ, ഒരു ദാരിദ്ര്യം ഉണ്ടാക്കുന്ന വഴിയാണെന്നാ പറയുന്നത് ഈ പാത്രം ശപിക്കുമെന്ന് പറയുന്നത്. അതെ. വൃത്തി ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ അഭിനന്ദിക്കാനും പഠിക്കണം. കാരണം വീട്ടിലുള്ളവർ പലരും വേറെ ആളുകളുണ്ട്. അവരെ ഒന്ന് ഉയർത്തി പറയത്തക്കവണ്ണമുള്ള ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കണ്ട് അമ്മ ചെയ്തത് നന്നായി, ഉമ്മയുടെ സാരി ഇന്ന് കൊള്ളാമല്ലോ, അത് ചിലപ്പോൾ അത് എന്തായാലും അമ്മയമ്മ ആയിരിക്കും. അപ്പോൾ അമ്മ ഇന്ന് കൊടുത്തേക്കുന്ന സാരി അല്ലെങ്കിൽ ഇത് നല്ല കൊള്ളാം, അല്ലെങ്കിൽ അതിൻ്റെ കളറോ എന്തെങ്കിലും ഒന്ന് പറയണം. പിന്നെ അതുപോലെ തന്നെ എന്നും ഈ അടുക്കളയിൽ കഴിഞ്ഞിട്ട് ചിലരാണെങ്കിൽ ഒരു ദിവസവും ജോലി ചെയ്യത്തില്ല. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല കുളിച്ച് ഒരു പുതിയ വസ്ത്രം ധരിച്ച് ഒരു 2-3 മണിക്കൂറെങ്കിലും നിൽക്കണം. നമ്മൾ ഏത് പെൺകുട്ടിയായാലും ഒരു ദിവസം പുതുവസ്ത്രം ധരിച്ച് ഒരു 2-3 മണിക്കൂർ കഴിയണം. എന്ന് വെച്ചാൽ തൻ്റെ വ്യക്തിത്വം അവിടെ കാണിക്കണം. അല്ലാതെ പുതുവസ്ത്രം എല്ലാം മേടിച്ച് പെട്ടിക്കകത്ത് വെച്ചിട്ട് അവസാനം അത് അപ്പോൾ അത് ഉപയോഗിക്കണം. പിന്നെ ചില ഹോബികളുണ്ടാകാം. നമുക്ക് ചില ഹോബികൾ ചിലർക്കുണ്ടാകാം. ചിലപ്പോൾ തയ്യലാകാം, ചിലർക്ക് വേറെ ഇതുള്ളതാകാം. ആ ഹോബികളൊക്കെ വേണം. ഹോബികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവ് സമയങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ സ്വന്തം ആരോഗ്യം വെറും പഴയതെല്ലാം എടുത്ത് നിന്ന് തടിച്ച് ചേർത്തിരിക്കുകയല്ല വേണ്ടത്. സ്വന്തം ആരോഗ്യം സൂക്ഷിക്കാനും ഒരു ഇതുണ്ടായിരിക്കണം. അപ്പോൾ ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കണം. പിന്നെ അതുപോലെ അതിനുള്ള എക്സസൈസുകളുണ്ടാണ്. എക്സസൈസുകൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പല പണികളും ചെയ്താൽ മതി. പണ്ടാണെ കിണറ്റിൽ നിന്ന് വെള്ളം കോരലും വിറക് കീറലും ഒക്കെ ഉണ്ട്. അതൊന്നും വേണ്ട. പക്ഷെ അതല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ പോകണമെന്നല്ല, നമ്മുടേതായ ലെവലിൽ ചില ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാകും. നമുക്ക് നമ്മളുടെ സൗന്ദര്യത്തെ കുറച്ച് കാണരുത്. നമുക്ക് അത് എത്രത്തോളം ഇത് കാണിക്കാം. തൻ്റെ പങ്കാളിയുടെ ആയാലും അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ആയാലും അവർ കാണുമ്പോൾ ഒരു ശ്രദ്ധയുള്ള പെൺകുട്ടി എന്ന് തോന്നണം, അല്ലേ? ശ്രദ്ധയുള്ള, അല്ലാതെ സൗന്ദര്യധാമമാകുകയല്ല, ശ്രദ്ധയുള്ള, എല്ലാത്തിലും ഒരു ശ്രദ്ധ പുലർത്തുന്ന പെൺകുട്ടി എന്നുള്ള തോന്നലും അതും ഉണ്ടാകണം. ഈ വീട്ടിലേക്ക് കടന്നു വന്ന പെൺകുട്ടി ഞങ്ങളുടെ വീടിന് ഐശ്വര്യമായി മാറി എന്ന് തോന്നുന്നത് പല വീടുകളിലും അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ സന്തോഷം പറയുന്നുണ്ട്. ഈ മോള് വന്നതിന് ശേഷം ഞങ്ങൾക്ക് പല സന്തോഷം അമിതമായി പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ആ മകളെ വല്ലാതെ സ്വന്തം മകളെക്കാൾ സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. കാരണം അത് ഈ വന്ന പെൺകുട്ടികളുടെ പ്രകടനം കൊണ്ടാണ്. അതെ അങ്ങനെ ഉണ്ടാകണം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. വളരെ വിലപ്പെട്ട അറിവുകളാണ് നമുക്ക് സാറ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സാറിന്റെ ഈ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.